ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പ്ലാസ്മ പ്രോട്ടീനാണ്. അപ്പോൾ എന്താണ് പ്ലാസ്മ പ്രോട്ടീൻ? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസിനെയാണ് പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള പ്ലാസ്മ പ്രോട്ടീനാണ് രക്തത്തിലുള്ളത്: ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. നമുക്കതെങ്ങനെ പറയാം? സിറം ആൽബുമിൻ, സിറം ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഇതിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്? ടോട്ടൽ പ്രോട്ടീൻ 7.3 ഗ്രാം പെർ ഡെസിലിറ്ററും, അതുപോലെ തന്നെ സിറം ആൽബുമിൻ എത്രയാണ്? 4.7 ഗ്രാം പെർ ഡെസിലിറ്ററും, സിറം ഗ്ലോബുലിൻ 2.3 ഗ്രാം പെർ ഡെസിലിറ്ററും, ഫൈബ്രിനോജൻ എത്രയാണ്? 0.3 ഗ്രാം പെർ ഡെസിലിറ്റർ. ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ എത്രയാണ് വരുന്നത്? 2:1. സാധാരണ ഇത് ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ നോക്കുന്നത്? ഒന്നെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ലിവർ ഡിസീസോ അതുപോലെ തന്നെ കിഡ്നി ഡിസീസോ ഉള്ള കണ്ടീഷൻസിലൊക്കെയാണ് സാധാരണയായി ഈ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അടുത്തതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ദ പ്ലാസ്മ പ്രോട്ടീൻ. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് വരുന്നത്? മോളിക്കുലർ വെയ്റ്റ്, ഓങ്കോട്ടിക് പ്രഷർ, സ്പെസിഫിക് ഗ്രാവിറ്റി 1.026 ആൻഡ് ബഫർ ആക്ഷൻ. ബഫർ ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ആക്ഷനെയാണ് എന്ത് പറയുന്നത്? ബഫർ ആക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫങ്ഷൻ എന്തൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻ്റെ? റോൾ ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ. നമ്മുടെ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എവിടെന്നെങ്കിലും ബ്ലീഡിങ് ഉണ്ടായാൽ ആ ബ്ലീഡിങ് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ആരാണ്? നമ്മുടെ ഫൈബ്രിനോജൻ. അടുത്തതാണ് റോൾ ഓഫ് ഡിഫെൻസീവ് ഫങ്ഷന്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? പ്ലാസ്മ പ്രോട്ടീൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. പ്ലാസ്മ പ്രോട്ടീൻ ട്രാൻസ്പോർട്ട് വേരിയസ് സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. ആൽബുമിൻ, ആൽഫ ഗ്ലോബുലിൻ ആൻഡ് ബീറ്റ ഗ്ലോബുലിൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബുലിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആൽഫ ഗ്ലോബുലിനും ബീറ്റ ഗ്ലോബുലിനും തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ഹോർമോൺസിൻ്റെയും എൻസൈംസിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ ആര് സഹായിക്കുന്നു? ആൽബുമിനും ഗ്ലോബുലിനും സഹായിക്കുന്നു. ഫൈബ്രിനോജൻ എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷനെ ഫൈബ്രിനോജൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ റോൾ ഇൻ ദ മെയിൻറ്റെയിനിങ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഇൻ ബൈ അറ്റ് ദ കാപ്പിലറി ലെവൽ ദ മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂ ബിക്കോസ് ഓഫ് ദെയർ ലാർജ് മോളിക്കുലർ സൈസ്. ദ പ്ലാസ്മ പ്രോട്ടീൻ ആർ റിമെയിൻ ഇൻ ദ കാപ്പിലറി ആൻഡ് എക്സേർട്ട് എ പ്രഷർ ഈസ് കോൾഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. അതായത് നമ്മുടെ സെല്ലും കാപ്പിലറിയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സബ്സ്റ്റൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഈ സമയത്ത് എന്താവും? നമ്മുടെ ബ്ലഡിലുള്ള കാപ്പിലറീൻ്റെ അകത്തുള്ള ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീൻ അവിടെ തന്നെ നിൽക്കുകയും അതിനെതിരെയായിട്ട് ഒരു പ്രഷറും, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ ലിവർ ഡിസീസസ് ഉണ്ടായാലോ അതുപോലെ തന്നെ കിഡ്നി ഡിസീസസ് ഉണ്ടായാലും എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഓസ്മോട്ടിക് ബാലൻസ് തെറ്റുകയും നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കാപ്പിലറീസിലുള്ള ഫ്ലൂയിഡ് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് ഫ്ലൂയിഡ് പോകുകയും അവിടെ എന്തുണ്ടാക്കുന്നു? എഡിമയുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാധാരണയായിട്ട് എന്താണ്? ലിവർ ഡിസീസസ് ഉള്ള പേഷ്യൻറ്റിനും കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻറ്റിനും എന്താണ് സംഭവിക്കുന്നത്? അവിടെ ശരീരം നോക്കിയാൽ ശരീരത്തിൽ എന്ത് കാണപ്പെടാം? എഡിമ കാണപ്പെടാം. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ യൂറിൻ എക്സ്ക്രീഷനിലും പ്ലാസ്മ പ്രോട്ടീൻ പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തതാണ് റോൾ ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. ആൽബുമിൻ പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ റെഗുലേറ്റിംഗ് ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. അതായത് നമ്മുടെ ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. നമ്മുടെ ബ്ലഡിൻ്റെ pH എത്രയാണ്? 7.4 ആണ്. സ്ലൈറ്റ്ലി അൽക്കലൈൻ ആണ്. ആ സ്ലൈറ്റ്ലി അൽക്കലൈൻ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് കൂടെ സഹായിക്കുന്നു? നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻ കൂടെ സഹായിക്കുന്നു. പ്രധാനമായിട്ടും എല്ലാ പ്ലാസ്മ പ്രോട്ടീൻസും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? മോസ്റ്റ് ഓഫ് ദ പ്ലാസ്മ പ്രോട്ടീൻസ് ഏകദേശം പ്ലാസ്മ പ്രോട്ടീൻ 3 പ്ലാസ്മ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ലിവറിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? റോൾ ഇൻ ദ വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി മീൻ ആ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്ലാസ്മ പ്രോട്ടീനാണ്. അടുത്ത ഫംഗ്ഷൻ എന്താണ്? റോൾ ഇൻ ദ സസ്പെൻഷൻ സ്റ്റെബിലിറ്റി ഓഫ് RBC. നമ്മുടെ RBCയുടെ സസ്പെൻഷൻ സ്റ്റെബിലിറ്റി ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്തതാണ് റോൾ ആസ് റിവേഴ്സ് പ്രോട്ടീൻ.
അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് വെച്ചാൽ നെയിം ഓഫ് എനി ടു പ്ലാസ്മ പ്രോട്ടീൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനമായിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ആൽബുമിൻ, അതുപോലെ തന്നെ ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ.